ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. പൂരി, ഭട്ടൂര, അപ്പം, പുലാവ് ഇതിനായിട്ടൊക്കെ നന്നായി ചേരും. നോക്കാം. അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ വളരെ കോമൺ ആണ്. ഞാൻ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കപ്പ ആഡ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ടാപ്പിയൊക്കെ ക്യൂബ്സ് ആക്കിയിട്ട് ആദ്യം ഒന്ന് വേവിക്കണം സ്റ്റൂവിലേക്ക് ചേർക്കുന്നതിന് മുമ്പ്. ഇത് നല്ലൊരു ടെക്സ്ചറും നല്ലൊരു ആഡഡ് ഫ്ലേവറാണ്. ഞാൻ എപ്പോഴും തന്നെ ചേർക്കാറുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ കപ്പ വെന്ത് കിട്ടാനുള്ള നേരത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കാം. ഞാനിവിടെ ബാക്കി യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസും കോളിഫ്ലവറുമാണ്. കപ്പ വെന്ത് കിട്ടുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേഗം തന്നെ സ്ലൈസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചീനിച്ചട്ടിയിൽ നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ഗീയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് അത് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തതിന് ശേഷം ഈ എണ്ണയിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത് മാറ്റി വെക്കണം. അത് പിന്നെ യൂസ് ചെയ്യും. എനിക്ക് ഗാർലിക് കൂടുതൽ സ്റ്റൂവിൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ കൂടുതൽ ഇടാറുണ്ട്. അപ്പോൾ ഈ ഗാർലിക് ഫ്രൈ ചെയ്ത ഓയിൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യണം. ഈ ഓയിൽ എടുത്തിട്ട് ഒരു ചൂട് കട്ടിയുള്ള നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വീണ്ടും ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി സ്റ്റിക്സ് ആയിട്ട് അരിഞ്ഞതും അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസും ഒന്നൊന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോ ആണ്. ഇവിടെ ഞാൻ ഒരു വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. ഇത് ആഡ് ചെയ്ത് ആദ്യം കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ വേവ് അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെന്ത് കിട്ടാൻ കൂടുതൽ സമയം എടുക്കുന്ന വെജിറ്റബിൾസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടാറ്റോസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടാറ്റോസിൻ്റെ അത്രയും വലിയ ക്യൂബ് അല്ലെങ്കിലും ക്യൂബായിട്ട് അരിഞ്ഞ് ഇരിക്കുന്ന 1/2 കപ്പ് ക്യാരറ്റ്. ഇതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. കോളിഫ്ലവർ 3/4 മുതൽ 1 കപ്പ് വരെ എടുക്കാം. അതൊരു ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ എടുത്തത് ആണ്. പിന്നെ 1/2 കപ്പ് ബീൻസ് 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഇങ്ങനെ അരിഞ്ഞതാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഓയിലൊക്കെ നന്നായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തീ കുറച്ച് വെച്ച് മൂടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ടെൻഡർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. ചെറിയ ചൂടിൽ കിടന്ന് വെന്തിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ്. ഓവറായിട്ട് വേവരുത്, കാരണം ഇനിയും അത് തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് വേവാനുള്ളതാണ്. അത് ഓർമ്മ വേണം. ഇപ്പോൾ പാകത്തിന് നല്ല ടെൻഡർ ആയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ്. വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് ആ വെന്ത കപ്പ ക്യൂബ്സ് ഇപ്പോൾ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ മാത്രമായിട്ട് ഉണ്ടാക്കിയാൽ നമ്മുടെ സ്റ്റൂവിനൊരു മട്ടിക്കുന്ന ടേസ്റ്റ് ആയിരിക്കും, കൂടുതൽ ഹെവി ആയിട്ട് തോന്നും. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലിൻ്റെ കൂടെ 1 കപ്പ്
ലോ ഫാറ്റ് മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്, നമ്മുടെ സാധാരണ പശുവിൻ പാല്. അപ്പോൾ അത് ഭയങ്കര ഓവർ ബെയറിങ് ആയിരിക്കില്ല നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ്. വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ ഒരുപാട് ലൈറ്റ് ഫ്ലേവേഴ്സ് അല്ലേ, നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ കുറച്ച് ഫ്ലേവർ വേണം, പിന്നെ നമ്മൾ ഇടാൻ പോണ ഈ സ്പൈസസിൻ്റെ ഒക്കെ ടേസ്റ്റ് വേണം. പിന്നെ ഈ എൻ്റെ സ്റ്റൂവിൽ ആ ഫ്രൈഡ് ഗാർലിക്കിൻ്റെ ടേസ്റ്റും കുറച്ച് പൊങ്ങി നിൽക്കുന്നതാണ്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട്, അത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് മൂടി വയ്ക്കാം. തേങ്ങാപ്പാലുള്ള കറികൾ തിളപ്പിക്കുമ്പോൾ മൂടി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുമ്പോൾ അത് തിളച്ച് പൊങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്നൊന്നും മാറി നിൽക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതൊന്ന് തിളച്ച് പൊങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിക്സ്ചറാക്കി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ സ്റ്റൂവിന് കുറച്ചൊരു തിക്നെസ്, ഒരു പാകത്തിന് നല്ലൊരു തിക്നെസ് വരും. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം, മൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ചൂടായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന എൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പാർസ്ലി. ഈ പാർസ്ലി ഇലയൊക്കെ ഒരു പ്രത്യേക മണമാണ്, സ്റ്റൂവിൽ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ 3-4 ടേബിൾ സ്പൂൺ വളരെ ഫൈനായിട്ട് ഇതുപോലെ മിൻസ് ചെയ്ത് അല്ലെങ്കിൽ ഫൈനലി ചോപ്പ് ചെയ്ത പാർസ്ലിയാണ് ആഡ് ചെയ്യുന്നത്. ആ ചൂടുള്ള സ്റ്റൂവിലേക്ക് ഇതിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് അതിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ മല്ലിയില ഇട്ടാൽ അതുപോലെ ആവില്ല, ആ മല്ലിയിലയുടെ ഫ്ലേവർ ഓവർടേക്ക് ചെയ്യും നമ്മുടെ സ്റ്റൂവിനെ. പാർസ്ലി കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവരും ചോദിക്കും എന്തോ പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, എന്താണതെന്ന് ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫ്ലേവറാണത്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, അര ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു കറിയില. ഇതൊക്കെ ഇട്ട് ഒന്ന് നല്ല ആ സ്പൈസസിൻ്റെ മണം കിട്ടി തുടങ്ങുമ്പോൾ പച്ചമുളക് ആഡ് ചെയ്യണം. പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യണം. നല്ല എരിവാണെങ്കിൽ കൂടുതൽ പച്ചമുളക്, അതുപോലെ ആ ചെറിയ പച്ചമുളകൊക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു മിക്സ് ഓഫ് പച്ചമുളക് ആഡ് ചെയ്യാം. 2-3 ടൈപ്പ് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു വെറൈറ്റി ഇട്ടിട്ടുണ്ട് പാകത്തിന്. ഇതിൻ്റെ കൂടെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ആ പച്ചമുളക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റൂവിൽ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. എരി കൂടുതൽ ആവശ്യമുള്ളവർ അങ്ങനെ ചേർത്ത് ഇടണം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ മൂടി വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്റ്റൂവിലേക്ക് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം. ആ സ്പൈസസും പച്ചമുളക്, കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഒരു തിളയും കൂടി വരുന്ന വരെ ആ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഗാർലിക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇപ്പോൾ തിളച്ച് വരുമ്പോൾ നന്നായി അതിലേക്ക് മിക്സായി കിട്ടും. ഇനി ഫൈനൽ ടച്ചായിട്ട് 1 ടീസ്പൂൺ നാടൻ ഗരം മസാല അല്ലെങ്കിൽ നാടൻ കറി മസാല. എൻ്റെ നാടൻ
ഗരം മസാലയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ വെജിറ്റബിൾസ് നല്ല ഫ്രഷ് ആയിരിക്കണം. വാടിയ വെജിറ്റബിൾസ് വെച്ചൊന്നും ഒരു സ്റ്റൂ ഒപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, കാരണം ഒട്ടും നന്നാവില്ല. നല്ല ഫ്രഷ് ആയിരിക്കണം നമ്മുടെ വെജിറ്റബിൾസ്. ഇത് മൂടി വെക്കുകയാണെങ്കിൽ എത്ര നേരം മൂടി വെക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇന്ന് ഞാനിവിടെ പൂരീൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയും പുലാവിൻ്റെ കൂടെയൊക്കെ നന്നായി ചേരുന്നതാണ്. നിങ്ങൾ ട്രൈ ചെയ്താൽ വിവരം അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.